ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ് ശശിധരൻ. എല്ലാവർക്കും ടെക്കോണോ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് നമുക്ക് കമൻ്റായി വന്നൊരു ചോദ്യമാണ്. എന്നാൽ ആ ചോദ്യത്തിൽ ഒരുപാട് അർത്ഥം അല്ലെങ്കിൽ ഒരു നല്ലൊരു ലോജിക്ക് ഉണ്ട് അല്ലെങ്കിൽ സെൻസ് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമ്മളൊരു സർക്യൂട്ടിൽ കാണാൻ സാധിക്കുന്ന കുറേ സാധനങ്ങളാണ് MCB, ഐസൊലേറ്റർ, RCCB. എന്നാൽ ഇത് ഏത് ക്രമത്തിൽ ഇത് കണക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇതിനെപ്പറ്റി ഭയങ്കര ഇതായിട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്നും അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇങ്ങനെ നമ്മൾ ക്രമീകരിക്കുന്നതിൽ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ആളുകളൊന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാണുന്നു ഇങ്ങനെ ഒരു സീക്വൻസ് ആണ്, അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. ഇവൻ ആ സീക്വൻസ് തന്നെ ആണോ എന്നും ഉറപ്പ് കാണില്ല. ചിലപ്പോൾ ചിലർ തിരിച്ചും ചെയ്യുന്നവരും ഉണ്ടാവും. പക്ഷേ മൊത്തത്തിലൊരു ഇതുവരെ ആരും അങ്ങനെ ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ലാത്ത, എന്നാൽ ക്ലിയർ ആയിട്ടൊരു ഇൻഫർമേഷൻ ഇല്ലാത്തൊരു ടോപ്പിക്ക് കൂടെയാണ് ഇത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു അറിവ് നേടാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് നുടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇത് കൂടാതെ നമ്മൾ ഇംഗ്ലീഷിലും, അതായത് ടെക്കോണർ ഇംഗ്ലീഷ് എന്ന പേരിൽ ഒരു ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല റീച്ചുകൾ കിട്ടി തുടങ്ങുന്നുണ്ട്. ഈവൻ നമ്മൾ അതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അനാലിറ്റിക്സ് ഒക്കെ നോക്കിയാൽ പാകിസ്ഥാനിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതൊരു ബഡ്ഡിങ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ചാനലിൽ കൂടെ കയറി സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്കും അതിൽ വീഡിയോസ് കാണാം. തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഇംഗ്ലീഷും കുറച്ചുകൂടെ ബെറ്റർ ആകും. എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇംഗ്ലീഷുകാരനാണെന്നല്ല, പക്ഷേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ പെർഫോം ചെയ്യാനും ഒക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഇംഗ്ലീഷ് ചാനലിലൂടെ കാണുക. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് പോകാം. അപ്പം ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, സീക്വൻസ് ഓഫ് MCB, RCCB ആൻഡ് ഐസൊലേറ്റർ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഐസൊലേറ്റർ ആണെങ്കിലും MCB ആണെങ്കിലും RCCB ആണെങ്കിലും എന്താണ് എന്ന് പറഞ്ഞിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇവൻ MCB തുറന്ന് അതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടും RCCB തുറന്നും RCCB എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല. ഈ ഒരു മൂന്ന് കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഫുൾ വർക്കിംഗ് മെക്കാനിസം, പ്രിൻസിപ്പിള്, അതിൻ്റെ യൂസസ്, ആപ്ലിക്കേഷൻ്റെ ടൈപ്സ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കയറി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ MCB ഇൻ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ആദ്യം തന്നെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ RCCB ഇൻ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വരും. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലൂടെ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതൊരു ബേസിക് ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം ഐസൊലേറ്റർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു സ്വിച്ച് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത്യാവശ്യം നല്ല പവർ റേറ്റിംഗ് ഉള്ളൊരു സ്വിച്ച്, അതായത് നമുക്ക് ഓൺ ആക്കണോ ഓഫ് ആണ്, പവർ ഇവിടുന്ന് അപ്പുറത്തേക്ക് കടത്തി വിടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഒരു മെക്കാനിക്കൽ, ഒരു മാനുവൽ സ്വിച്ചാണ് ഐസൊലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ സ്ലൈഡിലും പറയുന്നത്. ഐസൊലേറ്റേഴ്സ് ആർ സ്വിച്ചസ് ദാറ്റ് കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് എ സർക്യൂട്ട് ഫ്രം പവർ സപ്ലൈ എൻഷുറിങ് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡ്യൂറിങ് മെയിൻ്റനൻസ് ഓർ റിപ്പയേഴ്സ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് ആ വൈദ്യുതി, ഇപ്പം നമ്മൾ എക്സാമ്പിൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ KSEBിൽ നിന്ന് വരുന്നു, KSEB നമ്മുടെ വീടും നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ ഒരു ഐസൊലേറ്റർ വെക്കുകയാണെങ്കിൽ ആ ഐസൊലേറ്റർ ഓൺ ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ ഫ്യൂസ് ആയിരുന്നു അവിടെ യൂസ് ചെയ്തിരുന്നതെങ്കിൽ ആ ഫ്യൂസ് തന്നെയാണ് നമ്മളിവിടെ ഐസൊലേറ്റർ ആയിട്ട് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഫ്യൂസിനെക്കാട്ടിലും നല്ല എഫിഷ്യൻ്റ് ആയതുകൊണ്ടും നല്ലൊരു ഇതുമായതുകൊണ്ടാണ് ഐസൊലേറ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂസ് ഇപ്പം വളരെ കുറവാണ്, ഐസൊലേറ്റേഴ്സ് തന്നെയാണ് ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഐസൊലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇത്. ഐസൊലേറ്റേഴ്സ് മാനുവലി ഓപ്പറേറ്റ്, അതിനൊരു സേഫ്റ്റി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓവർലോഡ് സെൻസ് ചെയ്ത് ട്രിപ്പ് ആവുക അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് സെൻസ് ചെയ്ത് ട്രിപ്പ് ആവുക അങ്ങനത്തെ മെക്കാനിസം ഒന്നുമില്ല. അതൊരു മാനുവലി ഓപ്പറേറ്റഡ് പ്രൊവൈഡിങ് എ വിസിബിൾ ആൻഡ് ടാഞ്ചിബിൾ കൺഫർമേഷൻ ഓഫ് എ സർക്യൂട്ട് ഐസൊലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്ന നമുക്ക് സർക്യൂട്ടിൽ റിപ്പയർസിനോ മെയിൻ്റനൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കണക്ഷൻ അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതാണ് ഐസൊലേറ്ററിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഐസൊലേറ്ററിൻ്റെ പർപ്പസാണ് ഇത് പറയുന്നത്, സേഫ്റ്റി ഫസ്റ്റ്. അതായത് ഒരു ലൈവും ഫേസും ന്യൂട്രലോ അല്ലെങ്കിൽ അങ്ങനത്തെ കോണ്ടാക്ട്സ് ഒക്കെ ഒഴിവാക്കാനും, അല്ലെങ്കിൽ മെയിൻ്റനൻസ് പർപ്പസിൽ നമുക്കൊരു സർക്യൂട്ടിനെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ പവറിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് നമുക്ക് പവർ ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐസൊലേറ്റർ പോയി നേരെ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പർപ്പസിനാണ് ഐസൊലേറ്റർ യൂസ് ചെയ്യുന്നത്.
ഇനി എം സി ബി എന്ന് പറയുന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. അതായത് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് സ്വിച്ചാണ്. അതായത് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡും അല്ലെങ്കിൽ ഓവർ കറണ്ടും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും നമുക്ക് തരുന്ന ഒരു ഡിവൈസാണ്, ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ് MCB എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർ കറണ്ട്, അതായത് രണ്ട് ഫേസും ന്യൂട്രലുള്ള ഫേസും നമ്മൾ ഷോർട്ട് ആവുകയോ അതല്ല ഒരു ഓവർ കറണ്ട്, നമ്മളിപ്പം ഒരു 6 ആംപിയർ റേറ്റിംഗ് ഉള്ള ഒരു MCBയിൽ 10 ആംപിയറിൻ്റെ ലോഡ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ സർക്യൂട്ടിനെ സേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ട്രിപ്പ് ആവും. അപ്പോൾ അതിനാണ് നമ്മൾ ആക്ച്വലി MCB കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇത് പറയുന്നത്. MCBs are safety devices designed to interrupt the flow of electricity in case of a fault or overload. ഇതിനാണ് അടുത്ത് പറയുന്നത് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ. ഇത് they operate automatically preventing damage to wiring and equipment and reducing fire hazards പറയുന്നുണ്ട്. റീസെറ്റബിൾ ആണ്, ക്യാൻ ബി റീസെറ്റ്. ഫോൾട്ട് മാറിയതിന് ശേഷം നമുക്കത് വീണ്ടും ഫോൾട്ട് ക്ലിയർ ചെയ്ത ശേഷം തിരിച്ചിടാൻ സാധിക്കും. ഇതൊക്കെയാണ് ഒരു MCBയുടെ ഒരു മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ MCBയുടെ ഇമ്പോർട്ടൻസ് ഇത് തന്നെയാണ്. ഓവർലോഡ് പ്രൊട്ടക്ഷൻ, അതായത് എക്സസീവ് കറണ്ട് ഫ്ലോ, ഓവർ ഹീറ്റ്, കേബിളോ വയറോ ഡാമേജ് ആകുന്നതിന് പകരം MCB അത് പെട്ടെന്ന് തന്നെ ഓവർ കറണ്ട് ഫ്ലോ ആയാൽ അത് സെൻസ് ചെയ്ത് ട്രിപ്പ് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട്, ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ട്രിപ്പ് ആകും. അതായത് സിഗ്നിഫിക്കലി എൻഹാൻസ് ഇലക്ട്രിക്കൽ സേഫ്റ്റി ബൈ പ്രൊവൈഡിങ് എ ക്വിക്ക് ആൻഡ് റിലയബിൾ മെത്തേഡ് ടു ഐസൊലേറ്റ് ഫോൾട്ട്. അതായത് ഒരു പ്രൊട്ടക്റ്റീവ് ആണ്, നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ്. ഇനി നമുക്ക് RCCBയിലേക്ക് വരാം. RCCB എന്ന് പറയുന്നത് റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ്. അതായത് ഒരു റെസിഡ്യുവൽ കറണ്ട്, അതായത് ലീക്കേജ് കറണ്ടിനെ സെൻസ് ചെയ്ത് നമ്മുടെ ഡിവൈസ് അല്ലെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരുവാൻ വേണ്ടിയാണ്. മെയിൻലി നമുക്കാണ് ആക്ച്വലി RCCB കൊണ്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. നമ്മളൊരു സാധനം, ഒരു എർത്ത് ലീക്കേജ് ഉള്ള ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു ലീക്കേജ് കറണ്ട് പോകുന്ന ഒരു ഫ്രിഡ്ജിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണത്തെ നമ്മൾ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് കയറി പോവാതെ അതിന് മുമ്പ് തന്നെ ആ RCCB ആ ഒരു ലീക്കേജ് കറണ്ട് സെൻസ് ചെയ്ത് ട്രിപ്പ് ചെയ്യുന്ന മെക്കാനിസം, അതായത് ഫേസിലും വരുന്ന കറണ്ടും ന്യൂട്രലിൽ കൂടെ തിരിച്ചു വരുന്ന കറണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതായത് നോർമൽ ഒരു ഹെൽത്തി സിറ്റുവേഷൻ അല്ലെങ്കിൽ നല്ലൊരു സിസ്റ്റം ഹെൽത്തി ആണെങ്കിൽ ഫോൾട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ലീക്കേജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോകുന്ന കറണ്ടും വരുന്ന കറണ്ടും കിർച്ചോഫ്സിൻ്റെ ലോ അനുസരിച്ചിട്ട് സെയിം ആയിരിക്കും. പക്ഷേ ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ പോകുന്ന കറണ്ടിനെക്കാട്ടിലും കുറവായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാകും. ആ ഡിഫറൻസ് മൂലം നമ്മുടെ CT ഓപ്പറേറ്റ് ചെയ്ത ട്രിപ്പിംഗ് കോയിലൊക്കെ ആയി അങ്ങനെയാണ് നമ്മുടെ RCCB വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലീക്കേജ് മെക്കാനിസം പ്രിവെൻറ്റ് ചെയ്യാനും നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരുവാനും നമ്മൾക്ക് ഷോക്കിൽ നിന്ന് മുക്തി നേടുവാനും ഒക്കെയാണ് നമുക്ക് RCCB ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇത് പറയുന്നത്. ഫേസിലെ ന്യൂട്രലിലെ കറണ്ട് ഫ്ലോ ഇത് ചെയ്യുന്നു. ലീക്കേജ് ഉണ്ടെങ്കിൽ RCCB ഡിറ്റക്ട് ഇംബാലൻസ് ആൻഡ് ട്രിപ്പ് ചെയ്യുന്നു. പ്രൊട്ടക്റ്റിങ്, നമ്മളിൽ നിന്ന് ഷോക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് RCCBയുടെയും കാര്യം പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായിട്ട് നമുക്ക് ഐസൊലേറ്ററും RCCBയും MCBയും പറ്റി മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഇതിൻ്റെ സീക്വൻസ് എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇത് പല ഇതിലും പല നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പം ഒന്ന്, രണ്ടാമത്തേത്, മൂന്നാമത്തേതും ഇങ്ങനെ തലതിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സീക്വൻസ് നമ്മൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് സീക്വൻസാണ് കറക്റ്റ് എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ റീസൺ കൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. അത് നമ്മുടെ ഇതും അതായത് ശരിയായ ഉത്തരവുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് അറിയാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും നിങ്ങളുടെ ചിന്താഗതിയും എങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സീക്വൻസ് ഇത് എങ്ങനെ നമ്മളൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ MCB ഐസൊലേറ്റർ RCCBയുടെ സീക്വൻസ് എന്ന് പറയുന്നത് ആദ്യം വെക്കേണ്ടത്, അതായത് നമ്മുടെ ഫീഡിങ് സൈഡിൽ നിന്ന്, അതായത് ഇവിടെ ഇപ്പോൾ KSCBയുടെ സൈഡിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ലോഡ് സൈഡിൽ നിന്ന് ആയില്ല. അവിടുന്ന് വരുമ്പോൾ ആദ്യം വെക്കേണ്ടത് ഐസൊലേറ്ററാണ്, രണ്ടാമത് വെക്കേണ്ടത് MCB ആണ്, മൂന്നാമത് വെക്കേണ്ടത് RCCB ആണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൊലേറ്റർ എന്താണ് നമുക്ക് തരുന്നത്? കംപ്ലീറ്റ് പവർ ഐസൊലേഷനാണ്. അതായത് നമുക്ക് KCBയിലും നമ്മുടെ ഗ്രിഡിൽ നിന്ന് വരുന്നതും നമ്മുടെ വീട്ടിലെയും തമ്മിൽ ഇടയ്ക്കത്തെ ആ പോയിൻ്റ് ഉണ്ടാക്കുന്നത് ഐസൊലേറ്ററാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് പവർ ഇങ്ങോട്ട് വരണോ വേണ്ടയോ, ആ ഐസൊലേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പവർ വരില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമുക്ക് എന്ത് മെയിൻ്റെനൻസ് എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അതേസമയം അതൊരു പ്രൊട്ടക്ഷനൊന്നും നമുക്ക് തരുന്നുമില്ല. അപ്പോൾ നമുക്കത് ആ ഒരു സൈഡിൽ വെക്കേണ്ട കാര്യമില്ല. അത്രയും ഒരു പ്രയോറിറ്റിയാണ് അതിനുള്ളത്. അതായത് അത് സേഫ്റ്റി ഒന്നും തരാത്തത് കൊണ്ടും അത് നമുക്ക് ജസ്റ്റ് ഒരു ഓൺ ആൻഡ് ഓഫ് പ്രോസസ്സ് ആയതുകൊണ്ടും നമ്മൾ ഫസ്റ്റ് തന്നെ ഐസൊലേറ്ററാണ് വെക്കുന്നത്. പിന്നീട് നമ്മൾ വെക്കുന്നത് MCB ആണ്. അതായത് നമുക്കൊരു അടുത്തൊരു സെക്കൻഡ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ, അതായത്
ആദ്യം വൈദ്യുതിയെ നമ്മൾ പൂർണ്ണമായി വിച്ഛേദിപ്പിക്കുന്ന കാര്യം ചെയ്തു. അതിനുശേഷം എന്തെങ്കിലും ചെറിയ ഷോർട്ട് സർക്യൂട്ടോ ഓവർ കറണ്ടോ ഉണ്ടായാൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ MCB ഉപയോഗിക്കുന്നു. അതായത് നമ്മുടെ എക്യുപ്മെൻറ്റിന് MCB മൂലം ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ പോകുന്നത് നമ്മുടെ ഉപകരണങ്ങൾക്കും കേബിളുകൾക്കും ടോട്ടൽ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ MCB വെക്കുന്നു. മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ ജീവനും നമുക്ക് ഷോക്കിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യേണ്ടതായ കാര്യമാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ RCCBയെ മൂന്നാമത് പ്ലേസ് ചെയ്യുന്നു. അതായത് ലോഡ് സൈഡിൽ നോക്കുമ്പോൾ ആദ്യം MCB, അപ്പം ഫോൾട്ട് ഉണ്ടെങ്കിൽ ആദ്യം MCBയിലൂടെ കയറിയിട്ടായിരിക്കും അങ്ങനെ വരുന്നത്. അതായത് വിത്തിൻ നാനോ സെക്കൻഡ്, ഇതെല്ലാം കണക്ഷൻസ് പാരലലാണല്ലോ. അപ്പം വിത്തിൻ സെക്കൻഡ്സിൽ ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ ആദ്യം വരുന്നത് RCCBയിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫീൽഡിൽ തീർച്ചയായിട്ടും RCCB വന്ന് RCCB ഉടനെ തന്നെ ട്രിപ്പ് ആവുകയും നമ്മളെ ഷോക്കിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യുകയും ചെയ്യും. ഇനി അതല്ല, ഒരു RCCB കഴിഞ്ഞും അതൊരു ഓവർലോഡ് ഓവർ കറണ്ട് ഫോൾട്ട് ആണെങ്കിലോ അത് നേരെ MCBയിലേക്ക് വരും. MCB നമുക്ക് ട്രിപ്പ് ചെയ്യും. ഇനി നമുക്ക് വെറി എന്താ പറയുക, റെയർ കേസിൽ ഇത് ഓഫ് ചെയ്യണം, എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഐസൊലേറ്റർ ഓഫ് ചെയ്യാം. ഈവൻ അവിടെ MCB ഓഫ് ചെയ്താലും അവിടുത്തെ പവർ ഇതാവും, ഐസൊലേറ്റ് ആവും. എങ്കിൽ പോലും MCBയുടെ ഡിസൈൻഡ് അല്ലെങ്കിൽ MCBയുടെ പർപ്പസ് എന്ന് പറയുന്നത് അതല്ല. പവർ ഐസൊലേറ്റ് ചെയ്യുന്നതല്ല ഒരു MCBയുടെ പർപ്പസ്. ആക്ച്വലി അത് ഉണ്ടായിരിക്കുന്നത് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അതിൻ്റെ സേഫ്റ്റിയും സേഫ്റ്റി ഇത് ഓവർ കറണ്ടും ഷോർട്ട് സർക്യൂട്ടുമാണ്. അതേസമയം അതിൻ്റെ ഓട്ടോമാറ്റിക് ഓപ്പറേഷന് വേണ്ടിയാണ് ആക്ച്വലി MCBs ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യുന്നത്. മാനുവൽ ഓപ്പറേഷൻസ് അത് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ല ആക്ച്വലി അതിൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സീക്വൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഐസൊലേറ്റർ, MCB, RCCB. ഇനി കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. അതായത് ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഐസൊലേറ്റേഴ്സ് വെക്കുന്നു, പിന്നെ MCB വെക്കുന്നു, RCCB വെക്കുന്നു. അതായത് മൂന്ന് ഡിഫറെൻറ്റ് പർപ്പസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ MCBക്ക് ഒരു RCCB വെച്ചുകൊണ്ടോ RCCBക്ക് ഒരു ഐസൊലേറ്റർ വെച്ചുകൊണ്ടോ ഒന്നും നമ്മുടെ പർപ്പസോ നമ്മുടെ സേഫ്റ്റിയോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റിയോ അവിടെ ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അവിടെ ഇത് മൂന്നും വെക്കുക തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കാര്യം വ്യക്തമായെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്